അസ്സലാമു അലൈക്കും നെക്സ്റ്റ് ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ന്യൂസ് സ്റ്റോക്കും പിന്നെ കുറച്ച് റീസ്റ്റോക്കും പിന്നെ ഫ്രീ ഗിഫ്റ്റും ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഫ്രീ ഗിഫ്റ്റ് ആർക്കൊക്കെയാണെന്ന് ലാസ്റ്റ് പറയുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം വരുന്നത് തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. കരിമണി എന്നും പറയും. ഹെക്സഗൺ ഷേപ്പ് അല്ലേ? അല്ല, ടയർ. ടയർ ഷേപ്പിലായിരുന്നു. ആദ്യം വരുന്നത് 2mm ആണ്. പിന്നെ വരുന്നത് റേറ്റ് പറ്റില്ല. അല്ലല്ലേ. ഇതിന് റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ്ങിന് 20 രൂപയാണ് വരുന്നത്. ഈ ഒരു സ്ട്രിങ്ങിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ വരുന്നത് 3mm ആണ്. 3mm പിന്നെ വരുന്നത് 4mm. അപ്പം 3mm 4mm വരുന്നത് ഒരു സ്ട്രിങ്ങിന് 18 രൂപയാണ്. ഒരു സ്ട്രിങ്, ഇത് 3mm ഒരു സ്ട്രിങ് ആണ്, 18 രൂപ. 4mm ഒരു സ്ട്രിങ് 18 രൂപ. പിന്നെ വരുന്നത് 6mm ആണ്. 25. 6mm വരുന്നത് 25 രൂപയാണ് ഒരു സ്ട്രിങ്ങിന്. പിന്നെ 8mm ആണ് വരുന്നത്. 8mm 30 രൂപയാണ് വരുന്നത്. ഇത് ഗോൾഡൻ ഷെയ്ഡ് ആണ്. 8mm ഗോൾഡൻ ഷെയ്ഡ്. നല്ല ഷൈനിങ് കാണാൻ ഒരു റെയിൻബോ ഷൈനിങ് ഉണ്ട് അതിന്റെ കൂടെ. അപ്പം ഇതിനൊക്കെ 30 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് 8mm തന്നെ ബ്ലൂ കളറാണ്. വീഡിയോയിൽ കാണുന്ന ബ്ലൂ അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ ഇതിനും 30 രൂപയാണ് വരുന്നത് ഒരു സ്പ്രിങ്ങിന്. പിന്നെ ഒപ്പാക്കിന്റെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അപ്പൊ ഒപ്പാക്കിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇത്ര ബ്രൈറ്റ് ഇല്ല കളറിന്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. റെഡ് കളർ വരുന്നത്. റെഡ് നല്ല റെഡ് ആണ്. ഇതിന് ഒരു സ്ട്രിങ്ങിന് 45 രൂപയാണ് വരുന്നത്. ഇതും ഒപ്പാക്കിന്റെ പിങ്ക് ആണ് കേട്ടോ. ഇതിന് 55 രൂപയാണ് വരുന്നത്. ഇത് വീഡിയോ കാണുന്ന കളറല്ല, ഒരു നല്ല ബേബി പിങ്ക് ആണ്. വീഡിയോയില് കളർ ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. വൈറ്റ് ഏകദേശം വൈറ്റ് പോലെ തോന്നുന്നു. വൈറ്റ് അല്ല, ഇത് ഒപ്പാക്കിന്റെ ബേബി പിങ്ക് കളറാണ്. ഇത് ഒപ്പാക്കിന് പൊതുവെ ക്രിസ്റ്റൽ ബീഡ്സിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ അടുത്തത് പിന്നെ ഡോട്ടഡ് ബീഡ്സ്. 8mm 3 കളേഴ്സ് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അല്ല, 2 കളേഴ്സ്, ബ്ലാക്കും. ഇത് റൗണ്ട് അല്ലേ? റൗണ്ട് ബീഡ്സ്, ബ്ലാക്കും പിന്നെ ഒരു മജന്ത പിങ്കും. 2 കളറ് 8mm സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. പിന്നെ 10mm ആണ് വന്നിട്ടുള്ളത്. 10mm 10 ഗ്രാം 10. 10mm കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇതൊക്കെ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ്. പിന്നെ റെഡ് ഉണ്ട്. റെഡ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. ഇത് പൊട്ടി. യെല്ലോ ഉണ്ട്. യെല്ലോക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് പിങ്ക് ഉണ്ട്. ഇത് ബേബി പിങ്ക് ആണ്. കുറച്ചും കൂടി കളർ ഉണ്ട് ഇതിന്. പിന്നെ ലാസ്റ്റ് വരുന്നത് വൈറ്റ് ആണ്. 10mm ആണ് സൈസ് വരുന്നത്. റേറ്റ് 10 ഗ്രാം 10 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ട്രാക്കഡ് ബീഡ്. പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങള് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കേണ്ട. നല്ല ഭംഗിയുള്ള, വാങ്ങിയവരൊക്കെ നമ്മളോട് നല്ല അഭിപ്രായം പറഞ്ഞത്, നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയവർക്ക് അറിയാം. അപ്പോ ഗ്ലാസ് ബീഡ്സ് പോലെ തന്നെയാണ് ലുക്കിങ്. ഗ്ലാസ് ബീഡ്സ് പോലെ തന്നെയാണ്, പക്ഷെ പ്ലാസ്റ്റിക് ആണെന്നുള്ള വീണ് പൊട്ടു എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. അതിപ്പോ 10 കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10 അല്ല 9 കളേഴ്സ്. ആദ്യം വരുന്ന നമ്മൾ നല്ല പർപ്പിൾ കളർ. പിന്നെ
റെഡ് ഉണ്ട്, നല്ല റെഡാണ്. റെഡ് ഉണ്ട്. ഇതിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, അത്ര ബ്രൈറ്റ് അല്ല. പിന്നെ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ കളറാണ്, ഓഷൻ ബ്ലൂ. പിന്നെ ഇത് ഏകദേശം വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ്. കുറച്ചും കൂടി ഡാർക്കാന്നേ ഉള്ളൂ വീഡിയോയിൽ കാണുന്നത്. ഇത് എന്ത് കളറാണ്? പർപ്പിളും അല്ല പിങ്കും അല്ല അല്ലേ? വയലറ്റും അല്ല. ഇത് പിന്നെ നല്ലൊരു വരുന്നത് പിങ്ക്, പിങ്ക് ആണ്, ഒരു ലൈറ്റ് പിങ്ക്. ബേബി പിങ്ക് അല്ല, ലൈറ്റ് പിങ്ക്. പിന്നെ ഗ്രീൻ ഉണ്ട്, നല്ല ഗ്രീൻ കളർ ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ്. നല്ല യെല്ലോ, നല്ല യെല്ലോ ഉണ്ട്. നമുക്ക് വീഡിയോയില് കാണുന്ന യെല്ലോ അല്ല, ഒരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട് യെല്ലോന്. പിന്നെ ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറന്റ് ഉണ്ട്. ലാസ്റ്റ് വരുന്നത് ഒരു ബേബി പിങ്ക് പോലെ ഒരു കളർ, ലാവൻഡർ ആണ്. ലാവൻഡറും അല്ല, ബേബി പിങ്ക് എല്ലാം കൂടി കലർന്ന കളറാണ്. ബേബിയിൽ ഏകദേശം കളർ തന്നെ, അതിന്റെ കുറച്ച് ലൈറ്റ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത്. അപ്പൊ ഇതിന് 10 ഗ്രാം 10 രൂപ തന്നെയാണ്. ശരിക്കും ഇത് നല്ല റേറ്റ് ഉള്ളതാണ്, പക്ഷെ നമ്മൾ ഓഫർ റേറ്റ് ആയിട്ട് 10 ഗ്രാം 10 രൂപ ഒരു വട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം റേറ്റ് തന്നെയാണ് ഇപ്പവും കൊടുക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് നമ്മൾ പേൾ ചെയിൻ. ഇത് പേൾ ചെയിൻ ഒരു മാല പോലെയാ വരുന്നത്. ഇത് ഗോൾഡൻ കളറാണ്. കുറച്ച് ഇട്ട് കഴിയുമ്പം ചെറുങ്ങനെ അതൊരു സിൽവർ ആവുന്നുണ്ട്. സാധാരണ നോർമലി ഒരു ഗോൾഡനെ തുരുമ്പിക്കല്, പിന്നെ എന്താ പറയാ അത് കറുപ്പടിക്കല് അങ്ങനെയൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് എന്താണ് യൂസ് ചെയ്തപ്പോ സിൽവറിലേക്കാണ് ആവുന്നത്. അപ്പൊ കാണാൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. കറുപ്പടിക്കുമ്പോ നമുക്ക് മൊത്തത്തിലൊരു ഇത് തോന്നും, പഴയതുപോലെയും യൂസ് ചെയ്യാൻ പറ്റാത്ത. പക്ഷെ ഇത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് അധികം ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലെയർ കട്ട് മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ലെയറിൽ 3 ലെയറെല്ലാം വെച്ചിട്ട് ഇതുപോലെ ഇതിന്റെ മാലയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതിന് ഒരു സ്ട്രിങ്ങിന് ഇതൊരു സ്ട്രിങ് എങ്ങനെയാന്നുള്ളത് ഇത്ര ഒരു സ്ട്രിങ് ഇത്രേ ഉണ്ടാവും. അപ്പൊ ഇതിന് ഈ ഒരു സ്ട്രിങ്ങിന് 8 രൂപയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നത് ഗോൾഡനിലാണ് വരുന്നത്. സിൽവർ ആകുന്നുണ്ടെന്നേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഫെമോ റബ്ബർ ബീഡ്സ്. 2 ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, 2 കളറ്. ഒന്ന് ഒരു ഫ്ലവർ ടൈപ്പ് ആണ്, യെല്ലോ ഫ്ലവർ ടൈപ്പ്. സൺഫ്ലവർ ആണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ട് നമ്മളെ കുട്ടികൾക്കെല്ലാം ബ്രേസ്ലെറ്റ് ആക്കാനും ഹെയർ ബോ ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് നല്ല റബ്ബർ ടൈപ്പ് വാങ്ങിയവർക്ക് അറിയുണ്ടാവും ഇതിന് എത്രയാ റേറ്റ് എന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നത് 10 പീസിന് 10 രൂപയ്ക്കാണ്. പിന്നെ വരുന്നത് അതിന്റെ തന്നെ ഹാർട്ട് ഷേപ്പും. അതിന്റെ ഹോൾ ഒന്ന് കാണിച്ചു, സൈഡില് ഹോൾ വരുന്നത്. അപ്പൊ ഇതിന് 10 പീസിന് 10 രൂപയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് പിന്നെ നമ്മുടെ മുന്നേ ഒരു ഫേഷ്യൽ ടൈപ്പ് ഫ്ലവർ ബീഡ്സ് കുറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് വന്നോ, സ്റ്റോക്ക് വന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറെ ആയി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബീഡ്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സെയിം 10 ഗ്രാം 10 രൂപ തന്നെയാണ് വരുന്നത്. 1000 ഫ്ലവറും. പിന്നെ ഗ്ലാസ് ബീഡ്സിന്റെ കുറെ മുന്നേ റീസ്റ്റോക്ക് ചെയ്തതാണ്. സ്റ്റാർ നമ്മളെ സ്റ്റോക്ക് തുറന്നിട്ടുണ്ടായിരുന്നു, സ്മോൾ സ്റ്റാർ, അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ഫാസ്റ്ററിന്റെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. 30 ml ഫാബ്രിക് ഗ്ലൂ. ഒരു പീസിന് 22 രൂപയാണ് റേറ്റ് വരുന്നത്. ആകെ 10 പീസേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. വെറും 10 പീസാണ്. 10 പീസ് 22 രൂപ. പിന്നെ ലെറ്റർ ബീഡ് മുന്നേ കുറെ ആൾക്കാർ സ്റ്റോക്ക് തോന്നിട്ടുണ്ടായിരുന്നു, ഇത് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്ക്വയറിന് കൊണ്ടുവന്നിട്ടുണ്ട്. 25 ഗ്രാമിന് 25. അങ്ങനെ 10 ഗ്രാമിന് 10 രൂപ റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് നല്ലൊരു ഗ്ലാസിന്റെ ബോ ബീഡ്. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണാന് ഗ്ലാസ് ടൈപ്പ് ആണ്. നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ്. ഇത് കളർ ഉണ്ട്, പക്ഷെ കാണുമ്പോൾ ട്രാൻസ്പെറന്റ് പോലെ തോന്നുക. നല്ല ഭംഗിയുള്ളതാണ്. കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഹോള് സൈഡിലാണ് ഉള്ളത്.
ഇവിടെയാണ് ഹോൾ ഉള്ളത്. അപ്പൊ ഇതിനും 10 ഗ്രാം 10 തന്നെയാണ്. 10 ഗ്രാമിൽ ഏകദേശം 5 ബീഡ്സ് ആണ് ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് നമ്മളെ ഹാർട്ട് കട്ട് ചെയ്തോ. ഇത് ഹാർട്ട് ബീഡ്. നല്ല ഭംഗിയുള്ള ഹാർട്ടാണ്. അത്യാവശ്യം വലുപ്പമൊന്നുമില്ല. വലുതും അല്ല, നന്ന ചെറുതും അല്ല, ഒരു മീഡിയം സൈസ്. നമ്മുടെ ബ്രേസ്ലെറ്റ് ആയാലും ഹെയർ ബോ ഒക്കെ ചെയ്യാൻ വേണ്ടിക്ക്, വയർ ബോലൊക്കെ ചെയ്യാൻ വേണ്ടിക്ക് നല്ല ഭംഗിയുള്ളതാണ്. അത് കാണാൻ അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ബീഡ്സ് ആണ്. അപ്പൊ ഇതിന് 10 ഗ്രാമിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. കാരണം ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. അപ്പൊ അത് നമുക്ക് 10 ഗ്രാം 10 രൂപയിലാണ് നമ്മൾ സാധാരണ ബീഡ്സ് ഒക്കെ കൊടുക്കാറ്. പക്ഷെ ഇതിങ്ങനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ റേറ്റിന് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് മാറ്റ് ഫിനിഷിന്റെ ആണ് വരുന്നത്. പേസ്റ്റൽ കളേഴ്സ് ആണിത്. അപ്പൊ ഇതും പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് കളേഴ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. അത്രയും ഭംഗിയാണ്. നല്ല പേസ്റ്റൽ കളേഴ്സ് ആയിട്ട്. ഇതിന്റെ ശരിക്കുള്ള കളർ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല, ഒരു വൈറ്റ് പോലൊക്കെയാ തോന്നുന്നത്. അപ്പൊ ഇത് പിങ്ക്, വൈറ്റ്, ബ്ലൂ, യെല്ലോ അങ്ങനെ പല കളേഴ്സ് ആണുള്ളത്. പേസ്റ്റൽ കളേഴ്സ് ആണ്, അതുകൊണ്ട് അങ്ങനെ വൃത്തിക്ക് മനസ്സിലാവുന്ന ലൈറ്റ് കളേഴ്സ് ആണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ്. ഇതും 10 ഗ്രാം 10 രൂപ. അതിന്റെ തന്നെ വേണമെങ്കിൽ ഇതിന് 12 രൂപ. അതിന് തന്നെ വേണമെങ്കിൽ മാച്ച് ആക്കിയിട്ട് നമുക്ക് ഈ റൗണ്ട് ബീഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് മാച്ച് ആക്കിയിട്ട് ഈ റൗണ്ട് ബീഡ്സ് രണ്ടും മാറ്റിലാ വരുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്നതുകൊണ്ട് തന്നെ രണ്ടും. പക്ഷെ ഈ റൗണ്ടിന്റെ അത്ര പോലും ഇതിന് കളർ ഇല്ല, അത്രയും ലൈറ്റ് കളറാണിത്. അപ്പോൾ ഇതിങ്ങനെ മാച്ച് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹെയർ ബോ ആയാലും ബ്രേസ്ലെറ്റ് ആയാലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് 10 ഗ്രാം 10 രൂപയാണ് വരുന്നത്. ഇതിന് 10 ഗ്രാമിന് 12 രൂപ. അടുത്തത് നല്ല റോസ് ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 6 mm ആണ് സൈസ്. ഇതും പേസ്റ്റൽ കളേഴ്സ് ആണ്. ഇതും നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ്. നമ്മളെ ചെറിയ കുട്ടികൾക്കെല്ലാം കുഞ്ഞി ബ്രേസ്ലെറ്റ് എല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ല ക്യൂട്ട് കുഞ്ഞാണ്, മിനിയാണ്, ടൈനി. ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം 6 mm ബീഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. 6 mm ആണ് സൈസ് വരുന്നത്. ഏകദേശം 6 mm സൈസാണ് വരുന്നത്. പക്ഷെ റോസ് ആണ് കേട്ടോ ബ്രേസ്ലെറ്റ്. ഫുള്ള് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്കെല്ലാം റോസ്. ഇതും ഫുൾ ഒരു എന്താ പറയാ ലെയർ മാത്രം ഇട്ടിട്ട് ബ്രേസ്ലെറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അതിന്റെ തന്നെ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത്. അതിന്റെ തന്നെ ഫ്ലവർ. അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 10 ഗ്രാം 12 രൂപയാണ്. പേസ്റ്റിൽ ഈ ബീഡ്സിനെല്ലാം സെയിം റേറ്റ് തന്നെയാണ്, 10 ഗ്രാം 12. കാരണം ഇത് അത്രയും റേറ്റ് ഉള്ളതാണ്. നമുക്ക് 10 ഗ്രാം 15 എങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെ ബീഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇടല്. അപ്പൊ ഇതിന് 10 ഗ്രാം 12 തന്നെ. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ റോസിന്റെ ഇടക്ക് നമുക്ക് ഇത് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിനും 10 ഗ്രാം 12 രൂപ. അതിന്റെ തന്നെ നമ്മളെ ലീഫ് ഹാങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹാങ്ങിങ് പോലെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലീഫ്. ബ്രേസ്ലെറ്റിന്റെ ഗ്യാപ്പിലെല്ലാം ചുറ്റുമായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാ ഇതും 10 ഗ്രാം 12. 10 ഗ്രാമിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, നല്ല ലൈറ്റ് വെയിറ്റ് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോ ഇത് 10 ഗ്രാമിന് 12 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ബീഡ്സ് കളക്ഷന് ഇല്ല. ഇത് അടുത്ത വന്നിട്ടുള്ളത് സെറാമിക് ഹാഫ് ബീഡ്. ചോക്ലേറ്റ് പോലെ ഉണ്ട്, ചോക്ലേറ്റ് കളറാണ് ഇത്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, സെറാമിക് ആണ്. സെറാമിക്കിന്റെ ഹാഫ് ബീഡ്, സെറാമിക് ബീഡ്സ് ആണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തു. ഇത് 10 ഗ്രാമിന് 10 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇത് നല്ല നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള ബീഡ്സ് ആയിരിക്കും. സാധാരണ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് കുറച്ചൊരു വെയിറ്റ് ഉള്ളതായിരിക്കും. അപ്പൊ ഇതിന്റെ ഇതാ കാണുമ്പോൾ മനസ്സിലാവും സെറാമിക് ആണ്, സാധാരണ പ്ലാസ്റ്റിക് ബീഡ്സ് അല്ല. സെറാമിക് ആണ്, കുറച്ചൊരു നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് 10 ഗ്രാം 10 രൂപയാണ് റേറ്റ് വരുന്നത്. അതിന്റെ 3 കളേഴ്സ് ആണുള്ളത്. ഒന്ന് ചോക്ലേറ്റ് കളറ്, പിന്നൊന്ന് ഈ പിങ്ക് കളറ്, ബേബി പിങ്ക്. ബേബി പിങ്ക് കളറാണ്. പിന്നെ വൈറ്റ് നല്ല എന്താണ്
സെറാമിക്കിന്റെ നിങ്ങൾക്ക് അറിയണ്ടാവും സെറാമിക് ടൈപ്പ് എങ്ങനെയാ വരുന്നത്. അപ്പൊ അതിന്റെ ഹാഫ് ബീഡ്സ് ആണ്. ഹോളൊന്നും ഇല്ല കേട്ടോ, സ്റ്റിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്മലിനെല്ലാം വേണമെങ്കിൽ ഒന്ന് മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് കമ്മല് സ്റ്റഡാക്കി യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ തന്നെ ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. ഡ്രോപ്പ് രണ്ട് കളർ ഡ്രോപ്പ് രണ്ട് കളേഴ്സ് ആണുള്ളത്. ചോക്ലേറ്റും പിങ്കും വരുന്നത്. ചോക്ലേറ്റ് ഉണ്ട് ഡ്രോപ്പ്, പിന്നെ വരുന്നത് പിങ്ക്. അങ്ങനെ ചോക്ലേറ്റിന്റെ രണ്ട് കളേഴ്സ് ഉള്ളത് കേട്ടോ. ചോക്ലേറ്റ് സോറി, ഡ്രോപ്പിന്റെ രണ്ട് കളേഴ്സ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിനും 10 ഗ്രാമിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ ചാംസിന്റെ കളക്ഷൻ. ചാംസിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മളെ ലീഫ് ലീഫ് എന്ന് പറഞ്ഞാൽ 3 പെറ്റൽ വരുന്ന ലീഫാണ്. ഇതാ ഇതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും കളേഴ്സ് ആണുള്ളത്. ഇത്രയും കളേഴ്സ് അല്ല, കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കളേഴ്സ് ഒക്കെ. അപ്പോ ഇതിന് പെർ പീസിന് 8 റുപ്പീസ് ആണ്, 8 രൂപ. ഇത് നമ്മള് ഒരു സമയത്ത് 16 രൂപക്കൊക്കെ കൊടുത്തിരുന്നതാണ്. 15 രൂപക്ക് വാങ്ങി 16 രൂപക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ടൈപ്പ് ചാംസ്. അപ്പൊ ഇതിന് ഇപ്പൊ റേറ്റ് വരുന്നത് 8 രൂപയാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ക്രിസ്മസിന്റെ ഇതുപോലത്തെ ഡെക്കറേഷൻ കാണാം. ബോന്റെ താഴെ പേൾ ടൈപ്പ് വരുന്ന ഒരു ബോയും പിന്നെ ഒരു പേളും. ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്, 8 രൂപ പെർ പീസിന്. ഇത് നമ്മളെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ നല്ല കുഞ്ഞ് ക്യൂട്ട് ആയിട്ടുള്ള കിറ്റി അല്ല, പിന്നെ മൈമെലഡിയാ. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയ ഒരു സാധനം. മൈമെലഡിയാ. ഇത് ഞാൻ പറയും കിറ്റിയാണെന്ന്. നല്ല ക്യൂട്ട് കിറ്റിയാണിത്. ഇതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ലാവൻഡർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് സമയം പോകുന്നതുകൊണ്ടാണ് ഫുൾ കാണിക്കാത്തത്. അപ്പോ ഇതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. 8 രൂപ തന്നെയാണ് റേറ്റ്. അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് കിറ്റിയാണത്. 2 ടൈപ്പ് കിറ്റിയാണുള്ളത്. ഇത് വേറൊരു ടൈപ്പ് കിറ്റ്. രണ്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യിൽ സ്ട്രോബെറിയാന്നുള്ളത്, മറ്റേവരെ കയ്യിൽ എന്താണ്, പൂവാണ്. സ്ട്രോബെറിയും മറ്റേത് പിന്നെ എന്തോ ഹാൻഡ് പോലെ തോന്നുന്നത്. ഹാൻഡ് അല്ല, ഒരു ഫ്ലവർ. ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ. അങ്ങനെ ചെറിയ വ്യത്യാസം വരുന്നില്ല. അപ്പൊ 2 ടൈപ്പ് കിറ്റിന്റെ ചാംസ് ആണുള്ളത്. റേറ്റ് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് റെയിൻബോ ചാംസ് ആണ്. റെയിൻബോവും ക്ലൗഡും. റെയിൻബോന്റെ പേരും ക്ലൗഡ്. ശരിക്കുള്ള റെയിൻബോ കളേഴ്സ് ഒന്നുമല്ല. റെയിൻബോവും ക്ലൗഡും സെയിം ഇതന്നെയല്ല, സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ നല്ല ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്. ഇതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മള് കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി. വാട്സപ്പ് ചാനൽ, നമ്മളെ വാട്സപ്പ് ചാനൽ പിന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഫോട്ടോസ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യല് വാട്സപ്പ് ചാനലാണ്. അപ്പൊ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് ഈ ഫ്ലവറിനെന്താ പറയുന്നത്? ഈ ഫ്ലവറിന് എന്തോ പേര് പറയലുണ്ടല്ലോ. ഡെയ്സിയാ? ഡെയ്സി. ഇതിന്റെ ബാക്കിൽ ബ്രോൺസാ വരുന്നത്, ചെമ്പ്. ബാക്കിയെല്ലാം ഗോൾഡാ വരുന്നത്. റോസ് ഗോൾഡ്. ഇതുണ്ട്, ഗോൾഡ് ഉണ്ട്. 2 ഡിഫറെന്റ് ടൈപ്പ് കളേഴ്സ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ റേറ്റും സെയിം റേറ്റ് തന്നെയാണ്. ഇത് നല്ല മോസ്റ്റ് ഡിമാൻഡിങ് ചാംസ് ആണ്. കുറെ ആൾക്കാർ കുറെ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയ്സി ചാംസ് കൊണ്ടുവരുമെന്ന്. അപ്പൊ അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം റേറ്റ് ആണ്, 8 റുപ്പീസ്. പിന്നെ വരുന്നത് സിൽവർ ചാംസ് ആണ്. സ്റ്റോൺ വെച്ച സ്റ്റാമ്പ്സിന് നിങ്ങൾക്ക് അറിയാം നമ്മൾ 18 രൂപ 15 രൂപ വരെ കൊടുത്തിട്ടുണ്ട് ചാംസിന്റെ റേറ്റ്. അപ്പൊ ഇതിന് സ്റ്റോൺ വെച്ച ചാംസ് 10 രൂപയാണ് ഒരു പെർ പീസിന്. ഇത് നമുക്ക് പല യൂസിന്, മാലക്ക് ഒറ്റൊരു ചെയിനുള്ള മാലക്ക് ഒരു ലോക്കറ്റ് ആക്കി യൂസ് ചെയ്യാം. ഇയറിംഗ് ആക്കാം. പെയറായി എടുത്തിട്ട് ഇയറിംഗ് ആയി യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ളതാണ്. നമ്മളെ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ. പിന്നെ മേക്ക് ചെയ്ത വീഡിയോ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത് 10 രൂപയാണ് വരുന്നത് പെർ പീസിന്. അതിന്റെ തന്നെ ഹാർട്ട്
നല്ല സ്റ്റോൺ വെച്ച് ഇതിന് നല്ല പെർ പീസിന് 11 രൂപയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഹാർട്ടാണ്. നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ അതിന്റെ തന്നെ ഡബിൾ ഇതിന് ഹാർട്ട് 11 രൂപയാണ് വരുന്നത്. ഇതിന് തന്നെ ഡബിൾ ഹാർട്ട് ആണ്. ഇതിനും 11 രൂപയാണ് വരുന്നത് പെർ പീസ്. ഡബിൾ ഹാർട്ടാണ് പെർ പീസ് 11. അപ്പൊ ഇത്രയാണ് ചാംസിന്റെ കളക്ഷൻസ് ഉള്ളത്. മെറ്റൽ ചാംസിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത സെന്റർ ക്ലിപ്പ് 5.5 സെന്റിമീറ്ററിൻ്റെതാണ് ഇത്. ഇത് 2 പീസ് അല്ലേ? ഇല്ല, 3 പീസ് ആണ്. ഈ സെന്റർ ക്ലിപ്പ് 5.5 സെന്റിമീറ്റർ വരുന്നത്. ഇതിന് 3 രൂപയാണ് റേറ്റ് വരുന്നത്. അതിന്റെ തന്നെ 2 പീസ് വരുന്ന ഒരു 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ മറ്റാണ് ഇത് വരുന്നത്. പക്ഷെ ഇത് നമുക്ക് കിട്ടിയപ്പോ അത്ര ഒരു ലുക്ക് തോന്നില്ല. സിൽവറിന്റെ അത്ര ഒരു ഇത് തന്നിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡാമേജ് പോലെ ഉണ്ടാവും. എല്ലാത്തിനും ഇല്ല, ചില ഐറ്റംസിന് കുറച്ച് ക്ലിയർ ആവുന്നില്ല. പക്ഷെ ഇതിന് ചെറിയ ചെറിയ ഡാമേജ്, അങ്ങനെ വലിയ ഡാമേജ് അല്ല, ചെറിയ ചെറിയ ഡാമേജ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ 6 രൂപക്ക് കൊടുക്കേണ്ട ഐറ്റാണ്. പക്ഷെ ഇപ്പോൾ 4 രൂപക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിലൊരു ലാഭവും ഇല്ല. ഷിപ്പിംഗ് ചാർജ് മിക്കവാറും നഷ്ടമാണ് വരിക. അപ്പോൾ അത് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. ഇത് 5 അല്ല 6 സെന്റിമീറ്ററിന്റെ സെന്റർ ക്ലിപ്പാണ് കേട്ടോ. 5 6 3 പീസ് ആണല്ലേ? അല്ല, ഇത് 3 പീസ് ആണ്. ഗോൾഡൻ ആണ്. ഗോൾഡന് പൊതുവെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിന് 5 റുപ്പീസാണ് വരുന്നത്. ഇത് കുറച്ച് സാധാരണ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും ചെറുതാട്ടോ. ഈ അളവ് വരാം. ഇത് 6 സെന്റിമീറ്റർ ആണെന്നാ തോന്നുന്നത്. 6. പിന്നെ നമ്മുടെ സാധാരണ സിൽവറിന്റെ പിന്നെ സെന്റർ ക്ലിപ്പ് മുന്നേ ഉള്ളതാണ്. 3 പീസായിട്ട് വരുന്നത്. ഇതിന് 6 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പം 6 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് 2 പീസാണ് കേട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഉള്ളിലത്തെ നമുക്ക് അവിടെ ഫിറ്റിംഗ് ആണ്. അതാണ് 2 പീസ് എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ആണ്. ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇത് ഫ്ലവേഴ്സ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ന്യൂ ഫ്ലവേഴ്സ് ആണ്. ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിനൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പീസ് ഇതാ ഇങ്ങനെ വരുന്നത്. ഒരു പീസ് ഇതൊരു ബഞ്ചാണ്. 6 പീസാണ് ഉണ്ടാവുക ഒരു ബഞ്ചിൽ. ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് ഫ്ലവേഴ്സ് വരുന്നത്. മിഡിലൊരു ഇത്, പിന്നെ 2-3 പിന്നെ ബീഡ്സ് ഇങ്ങനെ. നമ്മളെ ഹിബിസ്കസ് ചെമ്പരത്തി പോലുള്ളതാണ്. ചെമ്പരത്തി പോലെ. അപ്പൊ ഇതിന്റെ റെഡും പിന്നെ ഒരു വയലറ്റ്, ലാവൻഡർ കളറും. ലാവൻഡർ വയലറ്റ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് 7 രൂപയാണ് കേട്ടോ. ഇതല്ല, ഇതൊരു ബഞ്ചാണ്. ഈ ഒരു പീസിനാണ് 7 രൂപ വരുന്നത്. ഇതിന്റെ ഒരു ബഞ്ച് എടുക്കുകയാണെങ്കിൽ 35 രൂപയാണ് റേറ്റ് വരിക. ഒരു ബഞ്ചിന് 35 രൂപ. 6 പീസ് ഉണ്ടാവും. ഈ ഒരു ബഞ്ചിന് 35ഉം ഒറ്റ പീസ് മാത്രം എടുക്കുമ്പോൾ 7 രൂപയാണ് വരിക. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ലീഫാണ്. ഗോൾഡൻ ലീഫ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. അപ്പൊ ഇത് നമ്മൾ വേറെ അടുത്തുനിന്നാണ് എടുത്തത്. അതുപോലെ തന്നെ അത് അത്ര നമ്മൾ ആദ്യം കൊണ്ടുവന്നതിന്റെ ഒരു ഷൈനിങ് ഇതിനില്ല. ഇത് ബെൻഡബിൾ ആണ്. അപ്പൊ ഇത് ചെറിയൊരു ഡോട്ട് ഒക്കെ ഉണ്ട്. അത്ര നല്ലൊരു ചെറുങ്ങനൊരു കളറിന്റെ ഷെയ്ഡ്. അപ്പൊ നമ്മൾ അത് പെയറിന് 3 രൂപയാണ് കൊടുത്തത്. ഇത് 2 പെയറിനാണ്. അഥവാ 4 പീസ് ഉണ്ടാവും. 4 പീസിന് 3 രൂപ. 1 രൂപ പോലും ഒരു പീസിന് വരില്ല. പിന്നെ നമ്മുടെ കോമ്പ് 2 കോമ്പ് ഉണ്ട്. ഇത് മുന്നേ ഉണ്ടായതാണ് കോമ്പ്. ഈ കോമ്പ് മുന്നേ ഉണ്ടായതാണ്. അപ്പൊ ഇതിന് പെർ പീസിന് 6 രൂപയാണ്. അത് 10 പീസ് എടുക്കുമ്പോൾ 50 രൂപ കിട്ടും. ഇത് 8 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിന് 8ഉം ഇതിന് 6ഉം രണ്ടും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷിലൊക്കെ വരുന്നതാണ്. മാറ്റിൽ കുറച്ചൊരു ഫിനിഷിങ്ങോട് കൂടി വരുന്നതാണ്. ഇത് സാധാരണ നോർമല് എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പും. അപ്പൊ രണ്ടിനും 2 റേറ്റ് ആണ്. ഇത് 10 പീസ് എടുക്കുമ്പോൾ 50 രൂപയാണ് ഡിഫറെന്റ്. ഇതിന് 8 രൂപ. ഇത് 10 പീസ് എടുക്കുമ്പോൾ 70 രൂപ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ബീഡ്സ്.
ബോ ആണ്. ബോ ആണ്. ഇത് മുന്നേ ഉണ്ടായതാണ്, റീസ്റ്റോക്ക് ചെയ്തതാണ്. 10 ഗ്രാം 10 രൂപ. പിന്നെ നമ്മള് ബീഡ്സ്, പിന്നെ ഇത് ലീഫ് നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. മിൽക്ക് ബീഡ്സില് റെയിൻബോ ഷൈനിങ് വരുന്നത് നമ്മളെ ലീഫ് ബീഡ്സ് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇത് സെന്റർ ക്ലിപ്പൊക്കെ ചെയ്യാൻ വേണ്ടി അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണിത്. അപ്പൊ ഇത് ടിയാര ലീഫ്, ഇത് 10 ഗ്രാം 10 രൂപയാണ്. 10 ഗ്രാം 12 ആയിരുന്നു, അത് 10 ഗ്രാം 10 ആക്കി. പിന്നെ ഈ ടിയാര സ്മോൾ ടിയാര ഫ്ലവർ, ഇത് 10 ഗ്രാമിന് 10 രൂപ. ഇതും റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിന്റെ വേറൊരു ടൈപ്പ് നമ്മളതിൽ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. അതിന്റെ വേറൊരു, ഇതിന്റെ അറ്റത്ത് ഒരു ഷൈനിങ് വരുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, അറ്റത്തൊരു ഷൈനിങ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ലാസ്റ്റ് നമ്മളെ ഫോം ഫ്ലവർ. ഇത് കൂടാണ്ട് വേറെയും കുറെ കളർ ഫോം ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ കുറെ നാളായിട്ട് സ്റ്റോക്ക് ഇല്ലാത്ത കളർ പിന്നെ വെക്കുന്നേ ഉള്ളൂ. ബ്ലൂവും റെഡും ലാവൻഡറും പിന്നെ പീച്ച് പിങ്കും ആണ്. ഇത് കുറെ ആയി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മള് സെന്റർ ക്ലിപ്പ് തന്നെയാണ്, കുറച്ച് ഡാമേജ്ഡ് പീസ് ആണിത്. അപ്പൊ ഇതിന് പെർ പീസിന് 2 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് ഡാമേജ് ആണ്. ഇങ്ങനെ ഇതേ മറ്റേ സെന്റർ ക്ലിപ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പിന്നെ ഡാമേജ്ഡ് ആണ്. ഇത് 3 പീസ് ആണ്, 3 പീസിന്റെ ആണ് വരുന്നത്. 3 പീസ് ആണ്, അപ്പൊ ചെറിയൊരു ഇങ്ങനെ ഡാമേജ് വരുന്നതാണ്. അപ്പൊ ഇതിന് 2 രൂപക്കാണ് കൊടുക്കുന്നത്. 5.5 സെന്റിമീറ്റർ ആണ്. ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ ടൂള്, 3 പീസ് വരുന്ന ടൂളാണ്. വാങ്ങിയവർക്ക് അറിയുണ്ടാവും, ഇത് 350 രൂപക്കൊക്കെ പല ആൾക്കാരും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത്. 3 പീസിന്റെ നമ്മൾ ഇതിൽ കട്ടർ, പിന്നെ നോസ് പ്ലെയർ, പിന്നെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന പ്ലെയർ, അങ്ങനെ 3 സെറ്റാണ് വരുന്നത്. കട്ടർ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങലാണ് നല്ലത്. കാരണം സാധാരണ കട്ടർ നമ്മൾ വാങ്ങിയവർക്കെല്ലാം അറിയാം, അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ യൂസ് ആക്കാൻ പറ്റില്ല. അതിന്റെ മൂർച്ചയൊക്കെ പോയി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതായിരിക്കും ബെറ്റർ. അപ്പൊ ഇത് 3 പീസ് വരുന്നത് ഇതിന് 350 രൂപയാണ്. പക്ഷേ ഓഫർ റേറ്റ് 280 രൂപയാണ്. വെറും 5 പീസ് മാത്രമേ നമ്മളതിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ആരാണോ ഫസ്റ്റ് ഓർഡർ തരുന്നത് അവർക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഗിഫ്റ്റ്. എന്താണ് ഗിഫ്റ്റ് എന്ന് വെച്ചാല് അതും ഫ്രീ തന്നെ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് 3 ടിയാരാസ് ഫ്ലവറിന്റെ, ഒന്ന് സിൽവറും പിന്നെ 2 ഈ ഓറഞ്ച് മൾട്ടി കളർ. ഇത് 3 നമ്മള് ഗിഫ്റ്റ് ആയിട്ട് നമ്മളോട് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യലൊന്നല്ല, ആദ്യം പർച്ചേസ് ചെയ്യുന്ന, എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന 1000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളിത് 8 പീസാണ്. 8 പീസ് എന്ന് പറഞ്ഞാൽ 3 പിന്നെ ടിയാരയും പിന്നെ 3 ഇതുപോലത്തെ വലിയ ലോക്കറ്റും. 4 ഇതുപോലത്തെ വലിയ ലോക്കറ്റും. അപ്പൊ ആദ്യം 1000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏതാണോ വേണ്ടത് അത് കൊടുക്കും. അങ്ങനെ ആകെ 7 ആൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നൽകുന്നതാണ്. ഓരോരോ പീസ് മാത്രം കേട്ടോ. ഇതാ ഇതൊരു ഇതൊരു ലോക്കറ്റ്, ഇത് മറ്റൊരു ലോക്കറ്റ്, ഇത് വേറൊരു ലോക്കറ്റ്. അപ്പൊ ഇത് നമ്മളെ ഗിഫ്റ്റ് ആയി. പിന്നെ നമ്മൾ 3 ടിയാര. പിന്നെ ഇതും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, നമ്മൾ ഉദ്ദേശിച്ചതൊന്നല്ല ഇത്. ഇത് ഞാൻ 1 രൂപ 50 പൈസ കൊടുത്തിട്ട് വാങ്ങിയ സാധനമാണ്. ഇതെന്തിനാ യൂസ് ചെയ്യലെന്നെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ലോട്ടസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആൾക്കുള്ളവർക്ക്. ഇത് അങ്ങനെ 1000 രൂപയുടെ പർച്ചേസ് ഒന്നും വേണ്ട. ഇത് ആർക്കാണോ വേണ്ടത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നത് വരെ ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്ക് നമ്മളിത് കൊടുക്കും. അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസ്റ്റമറാണ്, പ്രിയപ്പെട്ട കസ്റ്റമറാണ്, നമ്മുടെ ഗിവ് അവേ വിന്നറൊക്കെ ആയിരുന്നു 2 പ്രാവശ്യം. സഹോദരിയുടെ ഭർത്താവ് കുറച്ച് നാൾ ക്യാൻസറിൻ്റെ ചികിത്സയിലാണ്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ദുആ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സഹോദരൻ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സഹോദരൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ 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 യാ റബ്ബുൽ ആലമീൻ. എല്ലാവരും മനസ്സിലായി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സഹോദരിക്ക് നല്ലൊരു ക്ഷമയും മുന്നോട്ട് ജീവിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.